ഹലോ. അപ്പം ഇന്ന് നമ്മൾ ബാങ്ക് ദ ഡ്രം എന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഈച്ച് ഓഫ് ദി അത്ലറ്റ്സ് ഫ്രം അറൗണ്ട് ദ വേൾഡ് ട്രൈങ് ടു ഡു? അപ്പോൾ ലോകമെമ്പാടും നിന്ന് വന്നിട്ടുള്ള ഈ അത്ലറ്റ്സ് എന്തായിരുന്നു ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആൻസർ നോക്കാം. Each of the athletes is trying to take part in the event and do their best to achieve their big dreams and to attain what they aim at high. എന്താ പറഞ്ഞിരിക്കുന്നത്? വന്നിരിക്കുന്ന ഓരോ അത്ലറ്റ്സും അവരുടെ മാക്സിമം, അവരുടെ ബെസ്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആഗ്രഹം എന്താണ്? അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുക. അതുപോലെ അവരെന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് സ്വന്തമാക്കുക, അത് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവരെന്ത് ചെയ്യുകയാണ്? ഓരോരുത്തരും അവരുടെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Question number 2. Why do the singers ask to bang the drum and sing the song louder? എന്തുകൊണ്ടാണ് സിംഗേഴ്സിനോട് ആ ഡ്രം എന്ത് ചെയ്യാൻ കുറച്ചുകൂടി ഒച്ചത്തിൽ മുഴക്കാനും അതുപോലെ പാട്ട് ഒന്നുകൂടെ ശബ്ദത്തിൽ പാടാനും വേണ്ടിയിട്ട് പറയുന്നത്? The singers ask to bang the drum and sing the song louder so that the whole world can hear and know of the beginning of the Winter Olympics. അപ്പോൾ അവരങ്ങനെ പാടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ലോകമെമ്പാടുള്ള ആൾക്കാർ അത് കേൾക്കുകയും ഇവിടെ ഇങ്ങനെ ഒരു വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ആർ ദ സിംഗേഴ്സ് അർജ് ടു ഡു വെൻ ദ ഗെയിംസ് ബിഗിൻ? അപ്പം ഗെയിം തുടങ്ങിയ സമയത്ത് സിംഗേഴ്സ് എന്തായിരുന്നു ശരിക്കും അവിടെ ചെയ്യുന്നത്? എന്തായിരുന്നു അവരുടെ ഒരു എന്താ പറയുക ലക്ഷ്യം എന്ന് പറയുന്നത്? ദേ ആർ അർജ് ടു ബാങ് ദ ഡ്രം ആൻഡ് സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ. അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്തായിരുന്നു? ഡ്രം ഒന്നുകൂടെ ഒച്ചത്തിൽ മുഴക്കി അതുപോലെ ആ പാട്ട്, അവർ പാടുന്ന പാട്ട് ഒന്നുകൂടെ ഉറക്കെ പാടാനായിട്ട് തുടങ്ങി. Question number 4. Jump up a little higher so the whole world can see here. The whole world can see here. The last two lines are repeated here in different stanzas. What effect does it make? Pick out the other lines or stanzas which are repeated in the song. അപ്പോൾ ഈ ഒരു പോയത്തിൽ നമുക്ക് അധികം കാണാൻ പറ്റുന്നുണ്ട്, കുറേ ലൈൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻസയിൽ സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യാർ എന്നുള്ളത് ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പം വേറെ ഏതൊക്കെ ലൈൻസ് ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ശരിക്കും ഇതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് എന്താണ് എന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. ദ റിപ്പീറ്റേഷൻ ക്രിയേറ്റ്സ് റിഫ്രെയിൻ ഇൻ ദ സോങ്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റേഷൻ ക്രിയേറ്റ്സ് ആൻഡ് എംഫസിസ് ആൻഡ് ഇൻട്രസ്റ്റ് ടു ദ തീം. ശരിക്കും പറയുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തീം എന്താണോ, ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള തീം ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും അവരുടെ സോങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ അതിലൊരു ഊന്നൽ കൊടുക്കുകയും അതുപോലെ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് റിഫ്രെയിൻ. അതിനെയാണ് നമ്മൾ ശരിക്കും റിഫ്രെയിൻ എന്ന് പറയുന്നത്. It is a phrase, line or group of lines repeated at intervals throughout a poem, generally at the end of the stanzas. ശരിക്കും ഇതൊന്നെങ്കിലും ഒരു ഫ്രേസ് ആയിരിക്കാം, ഒരു വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈൻ ആയിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈൻസ്, കുറച്ച് ലൈൻസ്, അധികം ലൈൻസ് ആയിട്ട് വരുന്നത്. അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക വെച്ചാൽ ഒരു ഇൻ്റർവെൽ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഓക്കെ. അത് അധികവും യൂസ് ചെയ്യുക സ്റ്റാൻസ തീരാറാവുന്ന സമയത്താണ്. ഇപ്പം ഇതിൽ കണ്ടില്ലേ കൊടുത്തിരിക്കുന്ന സ്റ്റാൻസയിലായാലും സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ എന്നുള്ളത് ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ റിപ്പീറ്റേഷൻ ശരിക്കും ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ സോങ്ങിൽ ആ ഒരു റിഫ്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് അതുപോലെ ഒരു ഊന്നലൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് എൻകറേജസ് ദി അത്ലറ്റ്സ് ടു കീപ്പ് അപ്പ് ദെയർ സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ആഡ്സ് എ റിതമിക് ബ്യൂട്ടി ടു ദ സോങ്. അപ്പോൾ ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പാടുന്ന സമയത്ത് അതിലുള്ള പങ്കെടുക്കുന്ന അത്ലറ്റ്സിന് കുറച്ചുകൂടി എന്താ പറയുക ഒരു സ്പിരിറ്റ്, ഒരു എനർജി കിട്ടും. കൂടാതെ ഒരു ആ പാടുന്ന പാട്ടിന് ഒന്നും കൂടെ താളാത്മകമാക്കിയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക താളം വരുന്ന സമയത്ത് ആ പാട്ടിന് തീർച്ചയായിട്ടും ഒരു സൗന്ദര്യം കൂടും. ഓക്കെ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റിപ്പീറ്റഡ് ലൈൻസ് വേറെ ഏതൊക്കെയാണ്? ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ എന്നുള്ളതും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Question number 5. The expressions follow the flame and little louder create a pleasing ring effect. What is the poetic device used here? അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു രണ്ട് എക്സ്പ്രഷൻസ് പറയാം. ഫോളോ ദ ഫ്ലെയിം ഒന്ന്, അതുപോലെ ലിറ്റിൽ ലൗഡർ. ഇതിൽ നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Alliteration is the poetic device used in follow the flame and little louder. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന poetic device വേറെ ഒന്നുമല്ല, alliteration ആണ്. എന്ന് പറഞ്ഞാൽ ഫോളോ ദ ഫ്ലെയിമിൽ എഫ് എന്ന വേർഡ് ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഫോളോ ദ ഫ്ലെയിം. അതുപോലെ ലിറ്റിൽ ലൗഡറിൽ ല് എന്നുള്ള സൗണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് alliteration ആണ് കേട്ടോ.
അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ തന്നെ ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരിക, അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുക. എന്നുവെച്ചാൽ ഇപ്പോൾ ഫോളോ ദ ഫ്ലെയിം എന്ന സെൻറ്റൻസ് അല്ലെ ഒരു ലൈൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫ് എന്നിങ്ങനെ 2 വട്ടമായിട്ട് വന്നിട്ട് ചിലപ്പോൾ അത് 3 വട്ടമോ 4 വട്ടമോ ഒക്കെ ആവാം ഓരോ ലൈനിൽ. ഓക്കെ, അപ്പം റിപ്പീറ്റ് ചെയ്ത് ഒരു വേർഡ് വരികയാണെങ്കിൽ അതിനെയാണ് കേട്ടോ നമ്മൾ അലിട്രേഷൻ എന്ന് പറയുക. Question number 6 നോക്കൂ. The expression whole world creates a similar ring effect but in a different way. How is that ring effect created? അപ്പം whole world എന്ന് പറയുന്നതിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള എഫക്റ്റ്, അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പോയറ്റിക് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കോൺസണൻസ് ആണ് കേട്ടോ. അപ്പോൾ കോൺസണൻസ് എന്താണെന്ന് നോക്കാം. The poetic device used here is consonance. It is similar to alliteration. കോൺസണൻസ് എന്ന് പറയുന്നതും alliteration പോലെ തന്നെയാണ്. But alliteration is the repetition of the consonant sound at the beginning of the words. പക്ഷെ alliteration എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്കിൻ്റെ ഒരു വേർഡിൻ്റെ ആദ്യം ഒക്കെയാണ് ഈ വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ alliteration എന്ന് പറയും. ഇപ്പം നേരത്തെ നമ്മൾ ഫോളോ ദ ഫ്ലെയിം എന്ന് കണ്ടില്ല, അതിൽ ഫോളോ അതുപോലെ ഫ്ലെയിം എന്ന് പറയുന്നത് ആ വേർഡിൻ്റെ ഫസ്റ്റിലാണ് ഫ് എന്ന സൗണ്ട് വരുന്നത്, അതാണ് alliteration. പക്ഷെ അത് കോൺസണൻസ് ആവുമ്പം തുടക്കത്തിലായിരിക്കില്ല വരിക, വേർഡിൻ്റെ തുടക്കമായിരിക്കില്ല സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പകരം എന്താണ്, ഇപ്പോൾ ഹോൾ വേൾഡ് എന്ന് പറയുന്നതിൽ നോക്കൂ, ഹോൾ വേൾഡ് അതിൽ ല് എന്ന സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അത് വരുന്നത് എവിടെയാണ്? നമ്മുടെ ഏകദേശം മിഡിലോ എൻഡിലോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത് കേട്ടോ. Then question number 7. The father of the modern Olympic Games, Mr. Pierre de Coubertin, says the important things in the Olympic Games is not to win but to take part. The important thing in life is not triumph but the struggle. The essential thing is not to have conquered but to have fought well. എന്താ പറഞ്ഞിരിക്കുന്നത്? മോഡേൺ ഒളിമ്പിക്സിൻ്റെ പിതാവായിട്ടുള്ള ഫാദർ ആയിട്ടുള്ള മിസ്റ്റർ പിയറെ ഡി കോബർട്ടിൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ വിജയിക്കുക എന്നുള്ളതല്ല. അതുപോലെ ജീവിതത്തിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുക, വിജയിക്കുക. ട്രംഫ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയിക്കുക. അങ്ങനെ വിജയിക്കുക എന്നുള്ളതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മളതിനു വേണ്ടി പൊരുതുക, പോരാടുക എന്നുള്ളതാണ്. അതുപോലെ ഒക്കെ നേടിയെടുക്കുക എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, നമ്മളതിന് എന്താ പറയുക, നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹൗ ഇസ് ദ കമൻറ്റ് ഓഫ് മിസ്റ്റർ പിയർ ഡി കോബർട്ടിൻ അബൌട്ട് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഗെയിംസ് എക്സ്പ്രസ്ഡ് ഇൻ ദ സോങ്? അപ്പോൾ ഈ ഒരു സോങ്ങിലും ഇതേപ്പറ്റി പറയുന്നുണ്ട്. നമ്മൾ വിജയിക്കുന്നതിലല്ല പക്ഷെ പങ്കെടുക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നുണ്ട്. അത് ഇതിലെങ്ങനെയാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The 2 lines of the song, it is not about winning, it is all about playing the game, express what Pierre de Coubertin said. അതിലെന്താണ്, ഈ ഒരു മത്സരത്തിൽ വന്ന സമയത്ത് അത്ലറ്റ്സിനോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പക്ഷേ ജയിക്കുക എന്നുള്ളതല്ല. ഓക്കെ, the song urges the athletes to do their best to chase their dreams and participate in the games without worrying about the victory. അതുപോലെ ഈ ഒരു സോങ് അവരോട് പറയുന്ന കാര്യം എന്താണ്? അത്ലറ്റ്സിനോട് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോവുക, അപ്പം അതുപോലെ വിജയത്തെക്കുറിച്ച് ഓർക്കാതെ നിങ്ങൾ ഈ ഗെയിംസിൽ പങ്കെടുക്കുക. ഇത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. അതിൽ ലാംഗ്വേജ് ആക്ടിവിറ്റീസിൽ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ കേട്ടോ. റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ സ്റ്റോറി ദ റേസ്. തരുൺ ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ബ്ലാക്ക് ഷീപ്പ് മീൻ? അപ്പം ദ റേസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തരുണിനെ തന്നെ കണ്ടിരുന്നത് എങ്ങനെയാണ്? ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്നാണ്, കുടുംബത്തിലെ ബ്ലാക്ക് ഷീപ്പ് എന്നാണ് അവനെക്കുറിച്ച് തന്നെ സ്വയം കരുതിയിരുന്നത്. അപ്പം ഈ ബ്ലാക്ക് ഷീപ്പ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഷീപ്പ് മീൻസ് ദ ഓഡ് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ഹു ബ്രിങ്സ് ഡിസ്ഗ്രേസ് ടു ഇറ്റ്. എ ബ്ലാക്ക് ഷീപ്പ് ഡസ് നോട്ട് കം അപ്പ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് അതേഴ്സ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് കൂട്ടത്തിൽ ചേരാത്ത ആൾ എന്നാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരാൾ, അതുപോലെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെയാണ് നമ്മൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുക. The term black sheep literally refers to the color of sheep. ശരിക്കും അതിൻ്റെ പക്ക ഒരു കറക്റ്റ് മീനിങ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീപ്പിൻ്റെ കളർ അല്ലേ, ആ ആടിൻ്റെ കളർ എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ബട്ട് വെൻ വി യൂസ് ഇറ്റ് ഫിഗറേറ്റീവ്ലി ഇറ്റ് മീൻസ് ദ ഓഡ് പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്. പക്ഷെ കുറച്ചുകൂടി നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? കൂട്ടത്തിൽ പെടാത്ത, ഒറ്റയാണെന്നൊക്കെ പറയില്ലേ, അവരിൽ നിന്ന് ചേരാത്ത വ്യക്തി എന്ന് പറയില്ലേ, അതാണ് നമുക്ക് കുറച്ചും കൂടെ ഫിഗറേറ്റീവ്ലി പറയുമ്പോൾ അതാണ് അതിൻ്റെ മീനിങ്.
Such a group of words with a meaning different from the meaning of the individual words is called an idiom. Idiom എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു വേർഡ് ഉണ്ടാവും, ആ വേർഡിന്റെ പക്ക മീനിങ് ആയിരിക്കില്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ കറക്റ്റ് മീനിങ് എന്താണ്? കറുത്ത ഷീപ്പ് എന്നല്ലേ ശരിക്കും അതിന്റെ കറക്റ്റ് മീനിങ്. പക്ഷെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അലങ്കാരികമായിട്ട് യൂസ് ചെയ്ത സമയത്ത് അതിന്റെ അർത്ഥം മാറി. അപ്പോൾ തരുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അല്ലാതെ അതിനെ വേറൊരു രീതിക്ക് എന്താ പറയാ അർത്ഥം കൊടുത്ത് കാണുന്നതിനെയാണ് നമ്മൾ ഇഡിയം എന്ന് പറയുന്നത് കേട്ടോ. ഇഡിയം, IDIOM. ഇനി അതിൽ നെക്സ്റ്റ് നോക്കൂ. റീഡ് രവീസ് ഡയറി എൻട്രി ഗിവൺ ബിലോ ആൻഡ് സർക്കിൾ ദി ഇഡിയംസ്. അപ്പം ഇവിടെ രവിയുടെ ഒരു ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഇഡിയംസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. When I reached the ground, it was raining cats and dogs. I felt blue as I was not sure if the match could be held. Viewers like me get a chance of watching a match only once in a blue moon. The ball was in the umpire's court. Finally, the match started and we enjoyed a wonderful game. Today is a red letter day in my life. അപ്പോൾ അതിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആ വേർഡ്സ് ഏതൊക്കെയാണ്. അർത്ഥം വരുന്നത് ശരിക്കും പക്ക അതിന്റെ മീനിങ് വേറെ ആയിരിക്കും, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫീൽ സാഡ് എന്ന് വരുന്നത് എന്താണ്? അതിന്റെ ഫെൽറ്റ് ബ്ലൂ. ഫെൽറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഫീൽ സാഡ്, സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതുപോലെ ദ ബോൾ വാസ് ഇൻ ദി അമ്പയേഴ്സ് കോർട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സംബഡീസ് റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ആക്ഷൻ. മൂന്നാമത്തേത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതിൻ്റെത് വരുന്നത് ഹാപ്പനിങ് വെരി റെയർലി. Raining cats and dogs എന്ന് പറഞ്ഞാൽ raining very heavily. Then a red letter day എന്ന് പറഞ്ഞാൽ an unforgettable day. അപ്പം ഈ തന്നിരിക്കുന്ന വേർഡിന്റെ കറക്റ്റ് മീനിങ് നോക്കണം. ഇതൊക്കെ കുറെ കളേഴ്സും അതുപോലെ എന്താണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കുള്ളത് എന്താ? പൂച്ച, പട്ടി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഫിഗറേറ്റീവ്ലി പറയുമ്പം നമ്മൾ ഇഡിയംസ് എന്ന ആ ഒരു ഡിവൈസ് നമ്മളിവിടെ യൂസ് ചെയ്യുമ്പം അതിന്റെ അർത്ഥം തീർത്തും എന്താവുന്നുണ്ട്? വ്യത്യാസപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫെൽറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ സങ്കടമാവുക എന്നാണ് അർത്ഥം. അതുപോലെ ദ ബോൾ വാസ് ഇൻ ദ അമ്പയേഴ്സ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാളുടെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട മറ്റൊരാളുടെ ഉത്തരവാദിത്തം. ഓക്കെ. പിന്നെന്താണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. പിന്നെ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ റെയിനിങ് വെരി ഹെവിലി, അതിശക്തമായിട്ട് മഴ പെയ്യുന്നതിനാണ് അത് പറയുന്നത്. എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസം എന്നാണ് അർത്ഥം. ഓക്കെ. Find the meaning of the following idioms with the help of a dictionary and use them in your own sentences. അപ്പോൾ ഇവിടെ കുറച്ച് idioms കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വേർഡ്സ് നമ്മളോട് കണ്ടുപിടിച്ചിട്ട് സെന്റൻസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Pros and cons, bed of roses, Herculean task, blue blood, crocodile tears, 11th hour, in black and white, red tap. ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്ന വേർഡ്സ്. നമുക്ക് ഓരോന്നിന്റെ നോക്കാം. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്നാണ്, ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും. സോഷ്യൽ മീഡിയാസ് ഹാസ് ബോത്ത് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്, അങ്ങനെ പറഞ്ഞൂടെ അല്ലേ? സോഷ്യൽ മീഡിയക്ക് എന്താണ്? അതിന്റെ നല്ല വശവും ഉണ്ട്, അതുപോലെ ചീത്ത വശവും ഉണ്ട്. ദെൻ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ നോട്ട് എ പ്ലസന്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത്ര സന്തോഷമല്ലാത്തൊരു അവസ്ഥയ്ക്കാണ് അത് പറയുന്നത്. ഹാവിംഗ് ഫൺ ഇസ് നോട്ട് ഓൾവേസ് എ ബെഡ് ഓഫ് റോസസ്, എപ്പോഴും തമാശയായിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ല. പിന്നെ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ വെരി ഹാർഡ് ടു പെർഫോം, അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് അർത്ഥം. മേക്കിംഗ് ദ ന്യൂ എയർപോർട്ട് അറ്റ് കണ്ണൂർ വാസ് എ ഹെർക്കുലിയൻ ടാസ്ക്, എന്നാൽ കണ്ണൂരിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ടാസ്ക് ആണ്. ദെൻ ബ്ലൂ ബ്ലഡ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഓഫ് നോബിൾ ബർത്ത്, വളരെ എന്താണ് നോബിൾ ആയിട്ടുള്ള എന്താ പറയുക മഹത്വമുള്ള ഒരു വ്യക്തിക്കാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പൊ എബ്രഹാം ലിങ്കൺ ഈസ് എ മാൻ ഓഫ് ബ്ലൂ ബ്ലഡ്. പിന്നെന്താ ക്രോക്കഡൈൽ ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസിൻസിയർ ടീയേഴ്സ്, ആത്മാർത്ഥതയില്ലാത്ത കണ്ണുനീര്. മൈ നൈബർ വാസ് ഷെഡിങ് ക്രോക്കഡൈൽ ടീയേഴ്സ് വെൻ ഐ ലോസ് മൈ കാർ, അപ്പം എൻ്റെ കാർ നഷ്ടമായപ്പം എൻ്റെ നൈബർ ഇങ്ങനെ കള്ളക്കണ്ണീരൊഴുക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് അങ്ങനെ പറയാം. ദെൻ 11th hour എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ്, അവസാന നിമിഷം എന്ന് വെച്ചാൽ അവസാന നിമിഷം ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നിമിഷം വെച്ച് നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. Many students have the habit of preparing for the exams at the 11th hour. ഒരുവിധം സ്റ്റുഡൻസ് ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു അവസാന സമയത്തായിരിക്കും. ദെൻ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റൈറ്റിംഗ്, എഴുതുക എന്നുള്ളതാണ്, എഴുത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദെൻ റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ അൺനെസസറി ഡിലേ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വൈക്കം, താമസം.
ഓക്കെ, ലേറ്റ് ആവില്ലേ അതിന്. സാജൻ കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് ദ റെഡ് ടാപ്പ് ഇൻ ഹിസ് ജോബ് പർപ്പസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ആവശ്യത്തിൽ വന്ന ഈ ഡിലേ കൊണ്ട്, ആവശ്യമില്ലാത്ത ഡിലേ കൊണ്ട് അദ്ദേഹത്തിന് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ കറക്റ്റ് മീനിങ് അല്ലാതെ അത് യൂസ് ചെയ്യുന്ന, എന്താ പറയുക, കുറച്ചുകൂടി ഫിഗറേറ്റീവ്ലി നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് തീർത്തും മാറുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വേർഡ്സിനെയാണ് നമ്മൾ ഇഡിയം എന്ന് പറയുന്നത്. അപ്പം ഇഡിയം എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന വേർഡിൻ്റെ കറക്റ്റ് മീനിങ് ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി നമ്പർ 2 നോക്കൂ കേട്ടോ. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. അപ്പോൾ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ലൈഫ് ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉള്ളതാണ്. എ ട്രെയിനിങ് സ്കൂൾ ഇസ് വെരി എക്സ്പെൻസീവ്. ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പറ്റിംഗ് ദെയർ. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. ദെൻ ടിയേഴ്സ് വേർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. എൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി വരുന്നുണ്ട്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ എബവ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് അതിൻ്റെ സബ്ജക്റ്റും അതുപോലെ അതിൻ്റെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രിയ, അവിടെ നടക്കുന്ന നമ്മൾ ഊന്നൽ കൊടുക്കുന്ന കാര്യം, അതും കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ അവിടെ സബ്ജക്റ്റ് വരുന്നത് ലൈഫാണ്. ലൈഫ്. അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്താണ്, അവിടെ നമ്മൾ ഉറപ്പിച്ച് പറയുന്ന കാര്യം എന്താണ്, ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. ദെൻ എ ട്രെയിനിങ് സ്കൂൾ എന്നാണ് അടുത്തത് സബ്ജക്റ്റ് വരുന്നത്. അതിൻ്റെ പ്രെഡിക്കേറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ദെൻ മൂന്നാമത്തത് ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്. അതിൻ്റെ പ്രെഡിക്കേറ്റ് എന്താണ്, ആർ കോമ്പീറ്റിംഗ് ഹിയർ. ദെൻ ഫോർത്ത് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടിയേഴ്സ് എന്നാണ്. ടിയേഴ്സ്. ആ സെൻറ്റൻസിൽ പ്രെഡിക്കേറ്റ് വരുന്നത് were rolling down his cheeks. Okay. Then did you notice the change in verbs according to the singular and plural subjects of the sentences? How do they vary? അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, സിംഗുലർ ആണോ പ്ലൂരൽ ആണോ. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ ഈ എന്താ പറയുക, അതിലുള്ള വേർബ് ക്രിയയ്ക്ക് ചേഞ്ച് ഉണ്ടാവുമോ, മാറ്റം ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ ഇപ്പം ചിലപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആവാം, ചിലപ്പോൾ പ്ലൂരൽ ആവാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ സിംഗുലർ ആവുമ്പോഴും പ്ലൂരൽ ആവുമ്പോഴും അവിടെ വരുന്ന വേർബിന് അതിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവുമോ, സിംഗുലർ ആയതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവുമോ, അല്ലെങ്കിൽ പ്ലൂരൽ ആയതുകൊണ്ട് വേർബ് മാറുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വ്യത്യാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ ഒന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്, സബ്ജക്റ്റിൽ ലൈഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേർബ് നമ്മൾ യൂസ് ചെയ്യുക ലൈഫ് ഈസ് എന്നാണ്. ഓക്കെ, ലൈഫ് ഈസ് എന്നാണ്. പക്ഷേ എ ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുമ്പോഴും അവിടെ വരുന്ന വേർബ് എന്ത് തന്നെയാണ്, ഈസ് എന്ന് തന്നെയാണ്. പക്ഷേ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് എന്ന് പറയുമ്പം അതെന്തായി, ആർ എന്നായി. ഓക്കെ, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് എന്ന് പറയുമ്പം ആർ എന്നായി. പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ് എന്തായിരുന്നു, ടിയേഴ്സ് വേർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അപ്പം അതിൽ വരുന്നത് ടിയേഴ്സ് വേർ ആണ്. ഓക്കെ, അപ്പോൾ വേർബിൽ എന്തുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. Then usually a singular subject takes a singular verb, whereas a plural subject takes a plural verb. അപ്പം നോർമൽ ഇത്രയേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റ് ആവുമ്പം അവിടെ വരുന്ന വേർബ് എന്ന് പറയുന്നതും തീർത്തും എന്താണ്, സിംഗുലർ തന്നെയാണ്. ഓക്കെ, പക്ഷേ പ്ലൂരൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ, ഇപ്പോൾ ഇവിടെ ലൈഫ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലെ, ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വേർബ് യൂസ് ചെയ്തിരിക്കുന്നത് ഈസ് എന്നാണ്. പക്ഷേ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് പ്ലൂരൽ ആവുമ്പോൾ തീർച്ചയായിട്ടും വേർബ് എന്താവും, മാറും. അങ്ങനെയാണത് ആരായത്. ഓക്കെ, റീഡ് ദ ലൈവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റേസ് ആൻഡ് അണ്ടർലൈൻ ദ സിംഗുലർ വേർബ്സ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അതിൻ്റെ സിംഗുലർ വേർബ് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. On the track, there is a shallow path. As he is running fast, Tarun does not notice that and he slips. Breathing fast, he sees the other kids going past him. He gets up to run once more. Being quick, Tarun overtakes a few kids ahead of him. But as fate has it, he slips once again. അതിൽ നോക്കൂട്ടോ ഏതൊക്കെയാണ് അതിൽ വന്നിരിക്കുന്ന സിംഗുലർ വേർബ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈസ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ, ഓൺ ദ ട്രാക്ക് ദർ ഈസ് എ ഷാലോ പാത്ത്. ദെൻ പിന്നെ വന്നിരിക്കുന്നത് ആസ് ഹി ഈസ് റണ്ണിങ് ഫാസ്റ്റ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡസ് നോട്ട് നോട്ടീസ്, അവിടെയും എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, സിംഗുലർ വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ സ്ലിപ്സ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ സീസ്, ദെൻ ഗെറ്റ്സ് അപ്പ്, ഓവർടേക്സ്, സ്ലിപ്സ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗുലർ വേർബ് തന്നെയാണ്.
Here is a paragraph about the reaction of the spectators. Fill in the blanks with a suitable form of verbs. അപ്പോൾ ഇവിടെ കാഴ്ചക്കാരുടെ റിയാക്ഷൻ ആണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാങ്ക് ഫില്ല് ചെയ്യേണ്ടത് ആപ്റ്റ് ആയിട്ടുള്ള വേർബ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. തരുൺസ് മദർ ഈസ് ഡാഷ് അപ്ലോഡിങ് ഹെർ സൺ. അപ്പം ഈസ് ഓർ ആർ അതിൽ ഏതാണ് വരിക? തരുൺസ് മദർ ഈസ് ആണ് വരിക. ഓക്കെ. രാം നാരായൺ ആൻഡ് ഹിസ് ട്രെയിനീസ് ഡാഷ് വാഷിംഗ് തരുൺ റണ്ണിങ് ഓൺ ദ ട്രാക്ക്. അപ്പോൾ അവിടെ രാംനാരായൺ ആൻഡ് ഹിസ് ട്രെയിനീസ്, അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ വരുന്നത് ആറാണ്. ഓക്കെ. ദെൻ ദ പാരൻസ് ഓഫ് ദ കിഡ്സ് ഹു ഡാഷ് ഇൻ ദ റേസ് ആർ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ്. അവിടെ എന്താ വരിക? ദ പാരൻസ് ഓഫ് ദ കിഡ്സ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റേസ് ആർ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ്. Then the crowd in the stands dash clapping their hands. The crowd in the stands are clapping their hands. പിന്നെ വരുന്നത് when Tarun falls everyone dash clapping and is about to rush for help. അവിടെ എന്താ വരിക? Everyone stops clapping and is about to rush for help. But the next moment he dash and is running on the track again. He gets up. Okay, he gets up and is running on the track again. Then activity number 3. Read the excerpt from the story, The Race, and identify the questions in it. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു നമ്മുടെ റേസിൽ നിന്ന് ചാപ്റ്ററിൽ തന്നെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Suddenly he heard a voice at his elbow. What is it, son? അതിലെ ക്വസ്റ്റ്യൻ ഏതാ? What is it, son? Tarun turned to his left and there sat a man of about 60. I failed in 2 subjects, he replied in a depressed tone. The man smiled sympathetically and said, life is full of ups and downs, my boy. By the way, I am Ram Narayan. And you are one of the best runners I have ever seen. Ram Narayan. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അവിടെയാണ്. Ram Narayan. Are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അതാണ് കേട്ടോ. Tarun could not hide his excitement. Yes, Pat, came the reply. Tarun was dazzled. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നിരിക്കുന്നത്. If a question begins with an auxiliary verb, the answer will be either yes or no. If a question starts with a question word, the answer will be a piece of information. ഇപ്പോൾ ഒരു ഓക്സിലറി വേർബിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഡു, ഡസ്, ഡിഡ്, വാസ്, വേർ, അല്ലെങ്കിൽ ഷോൾ, ഷുഡ്, മേ, മൈറ്റ്, അല്ലെ വിൽ, വുഡ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഓക്സിലറി വേർബ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ വിൽ യു മാരി മീ, അല്ലെങ്കിൽ ഡു യു ലൈക്ക് ഇറ്റ്, അല്ലെങ്കിൽ എന്താണ് ഷോൾ ഐ ഡ്രിങ്ക് ഇറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഓക്സിലറി വേർബാണ് അവിടെ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് വരുന്ന ആൻസർ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആണ്. അപ്പോൾ ഡു യു ലൈക്ക് ദ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ പറയുന്നത് യെസ് അല്ലെങ്കിൽ നോ എന്നാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വേർഡിലാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഡിസ്ക്രിപ്ഷൻ വേണം, അല്ലേ? ഇപ്പോൾ വാട്ട് ഇസ് യുവർ നെയിം എന്ന് പറയുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു നെയിം അവിടെ പറയണം. മൈ നെയിം ഈസ്, അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളിപ്പോൾ വേർ യു ഗോയിങ്, എവിടെയാണ് പോകുന്നത്, ഐ എം ഗോയിങ് ടു ദിസ് പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടേക്ക് ചെറിയൊരു ഇൻഫർമേഷൻ പങ്കുവെക്കുന്ന ഒരു ചെറിയ പീസ് ഓഫ് സെൻറ്റൻസ് നമ്മൾ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? Then make questions using the words given in jumbled order. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഓർഡറൊക്കെ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ആ ഒരു തെറ്റിയിരിക്കുന്ന സെൻറ്റൻസിനെ നമ്മൾ എന്താക്കാനാ, ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇൻ്റലിജൻറ്റ് യു ആൻഡ് ആർ ബോയ്, അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് അതാണ്. അതൊന്ന് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ആർ യു ആൻ ഇൻ്റലിജൻറ്റ് ബോയ്. ഓക്കെ. രണ്ടാമത്തേത് എൻറ്റർ ക്യാൻ സ്റ്റേഡിയം ദ വിത്തൗട്ട് ആൻ ഐ പാസ്. ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ക്യാൻ ഐ എൻറ്റർ ദ സ്റ്റേഡിയം വിത്തൗട്ട് എ പാസ്. മൂന്നാമത്തേത് ഫോർ ഈസ് സ്പെക്ടാറ്റേഴ്സ് ദ വേൾഡ് ദ ഗാലറി. വേൾഡ് ഈസ് ദ ഗാലറി ഫോർ ദി സ്പെക്ടാറ്റേഴ്സ്, അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. നാലാമത്തേത് മൂവ് വി എഹെഡ് പ്രൊജക്ട് ദ ഷാൾ വിത്ത്. വി ഷാൾ മൂവ് എഹെഡ് വിത്ത് ദ പ്രൊജക്ട്, ഷാൾ വി മൂവ് എഹെഡ് വിത്ത് ദ പ്രൊജക്ട്, അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ.
Then where did Achrekar sir conducting the summer camp? എവിടെയാണ് അച്രേക്കർ സർ സമ്മർ ക്യാമ്പ് നടത്തുന്നത്? അതിൽ തെറ്റായ സെന്റൻസ് ഏതായിരുന്നു? സമ്മർ വേർ ദ ക്യാമ്പ് ഡിഡ് കണ്ടക്ട് അച്രേക്കർ സർ എന്നാണ്. അത് കറക്റ്റ് വരുമ്പം വേർ ഡിഡ് അച്രേക്കർ സർ കണ്ടക്ട് ദി സമ്മർ ക്യാമ്പ് എന്നാവും കേട്ടോ. Then is condition what is your condition? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് എ ജേർണലിസ്റ്റ്. അപ്പം സച്ചിൻ്റെയും ആ ജേർണലിസ്റ്റിൻ്റെയും കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജേർണലിസ്റ്റ്: ഗുഡ് മോർണിംഗ് സച്ചിൻ. സച്ചിൻ: ഗുഡ് മോർണിംഗ്. ജേർണലിസ്റ്റ്: മേ ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് എക്സ്പീരിയൻസസ്. ഞാൻ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറച്ച് ക്രിക്കറ്റ് അനുഭവങ്ങളെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചോദിച്ചോട്ടെ? സച്ചിൻ: ഷുവർ. ജേർണലിസ്റ്റ്: ഹു ഡിഡ് യു സ്റ്റാർട്ട് പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത്? ആരുടെ കൂടെയാണ് ക്രിക്കറ്റ് ആദ്യമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്? വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ കോളനി. കോളനിയിലെ ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പോൾ ജേർണലിസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അടുത്ത് എന്തായിരിക്കും? സച്ചിൻ പറയുന്ന ആൻസർ അജിത് ടുക്ക് മീ ടു രമാകാന്ത് അച്രേക്കർ സർ എന്നാണ്. അപ്പോൾ അവിടെ ജേർണലിസ്റ്റ് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ഹു ടുക്ക് യു ടു രമാകാന്ത് അച്രേക്കർ സർ? ആരാണ് രമാകാന്ത് അച്രേക്കർ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? ഓക്കെ, അപ്പോൾ അതിന് ആൻസർ വരുന്നത് എന്താണ്? അജിത് ടുക്ക് മീ ടു രമാകാന്ത് അച്രേക്കർ സർ. അപ്പോൾ ജേർണലിസ്റ്റിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് വെൻ അജിത് took you to Achrekar sir. അപ്പോൾ ആൻസർ വരുന്നത് I was only 11 years old എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രാം വയസ്സിലായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ how old were you when Ajit took you to Achrekar sir? I was only 11 years old. അടുത്തത് ജേർണലിസ്റ്റ് എന്തായിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക? സച്ചിൻ പറയുന്ന മറുപടി the camp was at Shivaji Park എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് where was the camp? ക്യാമ്പ് എവിടെയായിരുന്നു? The camp was at Shivaji Park. നെക്സ്റ്റ് ജേർണലിസ്റ്റ് ഡാഷ് ഫ്രം യുവർ ഹോം ടു ശിവാജി പാർക്ക്. അപ്പോൾ ആൻസർ വരുന്നത് ഇറ്റ് വുഡ് ടേക്ക് 40 minutes. അപ്പോൾ എത്ര ടൈം ആയിരിക്കും എന്നാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഓക്കെ, വാട്ട് വാസ് ദ ഡിസ്റ്റൻസ് ഫ്രം യുവർ ഹോം ടു ശിവാജി പാർക്ക്? ഇറ്റ് വുഡ് ടേക്ക് 40 minutes. ദെൻ ജേർണലിസ്റ്റ് ചോദിക്കുന്നത് ഡാഷ്. അപ്പോൾ ആൻസർ പറയുന്നത് ബൈ ബസ് എന്നാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ പോകുന്നതായിരിക്കും തീർച്ചയായിട്ടും ചോദിക്കേണ്ടാവുക അല്ലേ? അപ്പോൾ ഹൗ ഡിഡ് യു ഗോ ടു ദ പ്ലേസ്? അപ്പോൾ ബൈ ബസ്. താങ്ക് യു ഫോർ സ്പെയറിംഗ് യുവർ വാല്യുബിൾ ടൈം. ഇറ്റ്സ് മൈ പ്ലഷർ. ഓക്കെ. Next, activity number 4. Read the following passages and identify the sentences that express conditions. അതിൽ passage first നോക്കൂ. But Ramnarayan seemed pretty serious. I will train you if you want, but I put forward a condition. What is your condition? Tarun's voice showed curiosity and anxiety. അപ്പോൾ രാംനാരായൺ പറയാണ്, കുറച്ച് സീരിയസ് ആയിക്കൊണ്ട് തന്നെ പറയാണ്, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഞാൻ നിനക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്ന് വളരെ ആങ്സൈറ്റിയോടുകൂടി തരുൺ ചോദിക്കുന്നുണ്ട്. There's a race on Children's Day in the Nehru Stadium. നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു റേസ് നടക്കുന്നുണ്ട്. Children of your age are competing there. അപ്പോൾ നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. If you participate and win the race, I promise I will start training you, said Ramnarayan. Okay, നീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്താൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തോളാം എന്ന് രാംനാരായൺ പറയുന്നുണ്ട്. I will sir, he heard himself saying with complete conviction. വളരെ ആത്മവിശ്വാസത്തോടെ അവൻ എന്ത് പറഞ്ഞു? ഓക്കെ, ഞാൻ ചെയ്യാം. Fine boy, tell me what's your name? ചോദിക്കേണ്ട എന്താ നിന്റെ പേര്? തരുൺ കപൂർ sir. Tarun, I will meet you here after 5 days to give you യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഓക്കെ, 5 ദിവസം കഴിഞ്ഞ് ഞാൻ നിനക്ക് വന്ന് നിന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് നൽകുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്, സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ് ഓൺ ദ വേ ഹോം. തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം wouldn't have got this opportunity. ഓക്കെ, അച്ഛൻ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് പാസേജ് വായിച്ചിട്ട് ഇതിൽ കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈഫ് വെച്ച് പറയില്ലേ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ ഈഫ് വെച്ച് യൂസ് ചെയ്ത് പറയുമല്ലോ, അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. I will train if you want. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം. ഓക്കെ, അതൊരു കണ്ടീഷനാണ്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ് ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. എന്താണ്? നീ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നീ വിജയിച്ചാൽ നിനക്ക് ഞാൻ പ്രോമിസ് തരും. എന്താണ്? ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്തോളാം. ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം ഹി വുഡൻറ്റ് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. എന്താണ്? അവനെ അച്ഛൻ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന് ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കില്ലായിരുന്നു. അപ്പം ഇവിടെയൊക്കെ ഈഫ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവാമായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു കാര്യത്തെ. ഓക്കെ, ദെൻ passage 2 നോക്കൂ. My father sat me down and explained that while he did not have any objections to my changing schools, I should do so only if I was really serious about playing cricket. I will train you if you want. I should do so only if I was really serious about playing cricket. ഓക്കെ, ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്, ഞാൻ ഓക്കെ നിന്നെ വിടാം, പക്ഷേ സ്കൂൾ മാറ്റാം, ഒക്കെ സമ്മതമാണ്, പക്ഷെ നീ ക്രിക്കറ്റിനെ അത്രയും സീരിയസ് ആയിട്ട് കാണുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അതുപോലെ രമാകാന്ത് അശ്രീക സാർ പറയുന്നുണ്ട്, എന്താണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ ഐ ഷുഡ് ഡു സോ ഓൺലി ഇഫ് ഐ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് അത്രയ്ക്ക് സീരിയസ് ആയി എടുത്തെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ, ഡിവൈഡ് ദ സെന്റൻസ് യു ഹാവ് ഐഡന്റിഫൈഡ് ഇൻ ടു 2 പാർട്സ്. ഈഫ് ക്ലോസും മെയിൻ ക്ലോസും ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈഫ് എന്ന് വരുന്ന ആ ഒരു വാക്ക് അല്ലേ, എന്താ പറയുക, കണ്ടീഷൻ വരുന്ന ഒരു കാര്യം. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പം അതിൽ മെയിനായിട്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതാണ്. ഇപ്പം ഇഫ് ഐ ഒരു എക്സാമ്പിൾ ഇപ്പം മുകളിൽ ഇഫ് യു വാണ്ട് ഐ വിൽ ട്രെയിൻ യു. ഓക്കെ, എൻ്റെ ആൻസർ തന്നെ നമുക്ക് നോക്കാം. ഇഫ് യു വാണ്ട് എന്നതാണ് അവിടെ ഈഫ് ക്ലോസ് വരുന്നത്, നിനക്ക് വേണമെങ്കിൽ. അവിടെ അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. പക്ഷേ മെയിൻ ക്ലോസിൽ എന്ത് പറയുന്നുണ്ട്, ഐ വിൽ ട്രെയിൻ യു, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിച്ചോളാം. അത് മെയിൻ ആയിട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ള ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈഫ് ക്ലോസ് ആവുമ്പോൾ എന്താണ് അവിടെ വരുന്നത്, അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്, മനസ്സിലായില്ലേ. പക്ഷേ മെയിൻ ക്ലോസ് എന്നാവുമ്പോൾ ഞാൻ ഇത് ചെയ്തോളാം എന്ന് പിന്നീട് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. Then if you participate and win the race, I promise I will start training you. ഓക്കെ, നീ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് ഈഫ് ക്ലോസ് അവിടെ വരുന്നത്. മെയിൻ ക്ലോസ് എന്താണ്, ഞാൻ നിനക്ക് വാക്കു തരുന്നു, നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യിച്ചോളാം, അവിടെ അതാണ് മെയിൻ ക്ലോസ്. If his father had not scolded him, അവൻ്റെ അച്ഛൻ അവനെ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ, വഴക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, he wouldn't have got this opportunity, അവന് ഒരിക്കലും ഈ ഒരു അവസരം ലഭിക്കില്ലായിരുന്നു. ഇതാണ് മെയിൻ ക്ലോസ്. Then if ക്ലോസ് വരുന്നത്, if I was really serious about playing cricket, എന്താ, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, I should do so, ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ക്രിക്കറ്റ് ഞാൻ കളിക്കും. മനസ്സിലായില്ലേ, if ക്ലോസ് മെയിൻ ക്ലോസ് എന്താ മനസ്സിലായില്ലേ. Then അതിൽ ബി നോക്കൂ. Tarun fell down thrice in the race, but he did not give up. The following pictures and the statements show his thoughts at different times. അപ്പോൾ തരുണ് എന്താണ്, ആ റേസിൽ 3 വട്ടം വീണിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനെ വിട്ടുകൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഒരു 3 ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ 3 വട്ടം വീണപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്തകളാണ് പറയുന്നത് കേട്ടോ. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ, അതാണ് ആദ്യം റേസിന് മുന്നേ പറയുന്നത്. മൂന്നാമത്തെ വീഴ്ചയ്ക്ക് ശേഷം പറയുന്നത്, ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ ഐ വുഡ് വിൻ. ഇനി റേസ് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്താ, ഇഫ് ഐ ഹാഡ് നോട്ട് ഫോളൻ ഐ വുഡ് ഹാവ് വൺ. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിജയിക്കും. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിജയിക്കും. പിന്നെ രണ്ടാമത്തേൽ പറയുന്നത് എന്താ, ഞാൻ വീണില്ലെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ എന്താ, ഇഫ് ഐ ഹാഡ് നോട്ട്, ഞാൻ ഒരിക്കലും വീണില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ജയിക്കുമായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പറയുന്നത്. അതിൽ ഡിസ്കസ് ദ ഡിഫറൻസസ് ഇൻ മീനിങ് ആൻഡ് അറേഞ്ച് ദ സെന്റൻസ് അക്കോർഡിംഗ് ടു ദെയർ ലെവൽ ഓഫ് പോസിബിലിറ്റി. അവരുടെ സാധ്യതയ്ക്ക് അനുസരിച്ച് ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, ആ സെന്റൻസുകളെ. അപ്പോൾ അതിൽ സെന്റൻസ് നോക്കൂ. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ, ഇതാണ് സെന്റൻസ്. അതിൽ ഈഫ് ക്ലോസ് ഏതാണ്, ഇഫ് ഐ പ്രാക്ടീസ് വെൽ, ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നുവെങ്കിൽ, അതാണ് ഈഫ് ക്ലോസ് വരുന്നത്. മെയിൻ ക്ലോസ് എന്താ, ഐ വിൽ വിൻ, ഞാൻ തീർച്ചയായിട്ടും ജയിക്കുമായിരുന്നു. പോസിബിലിറ്റി എന്താ, ലൈക്ലി ടു ഹാപ്പൻ, ഓക്കെ, സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ, ഞാൻ വീണില്ല എങ്കിൽ ഐ വുഡ് വിൻ, ഞാൻ വിജയിച്ചേനെ, അല്ലേ. അപ്പോൾ എന്താണ് ഇഫ് ക്ലോസ് എന്താ വരുന്നത്, ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ, ഞാൻ വീണില്ല എങ്കിൽ മെയിൻ ക്ലോസ് വരുന്നത് ഐ വുഡ് വിൻ, ഞാൻ വിജയിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റി വരുന്നത് അൺലൈക്ലി ഓർ ഇംപ്രോബബിൾ ടു ഹാപ്പൻ, എന്താണ്, ഓക്കെ, നടക്കാൻ വലിയ സാധ്യതയില്ലാത്ത കാര്യം തന്നെയാണ്. മൂന്നാമത്തെ എന്താ, ഇഫ് ഐ ഹാഡ് നോട്ട് ഫോളൻ ഐ വുഡ് ഹാവ് വൺ, ഞാൻ ഇങ്ങനെ വീണ് പോയിട്ടില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ വീഴേ ചെയ്യില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടാവുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇഫ് ഐ ഹാഡ് നോട്ട് ഫോളൻ ഐ വുഡ് ഹാവ് വൺ, ഞാൻ ഒരിക്കലും ഇങ്ങനെ വീണ് ഈ ഒരു പരുവത്തിലായില്ല എങ്കിൽ ഞാൻ വിജയിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് തീർത്തും എന്താണ്, ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്.
The sentence containing the if clause are called conditional sentences. അപ്പോൾ if clause വരുന്ന സെന്റൻസിനെയാണ് നമ്മളിപ്പോൾ if I practice well I will win എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. അത് കാരണം അതിൽ if clause വന്നിട്ടുണ്ട്. if I practice എന്ന് പറയുന്ന if clause വന്നിട്ടുണ്ട്. We use conditional sentence to express possibility. ഇപ്പോൾ പൊതുവേ നമ്മൾ കണ്ടീഷണൽ സെന്റൻസ് ഈ if വെച്ച് വരുന്ന സെന്റൻസ് യൂസ് ചെയ്യുന്നത് സാധ്യതകളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, പോസിബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോബബിൾ കണ്ടീഷൻ, അതുപോലെ ഇംപ്രോബബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ആണ്, നമുക്ക് ഇമാജിൻ ചെയ്യാം. ആൻഡ് അൺഫുൾഫിൽഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്നാണ്. അപ്പം ഈ 3 കാര്യങ്ങളും നമ്മൾ ഈ വായിച്ച 3 സെന്റൻസിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ തോട്ട്സ് ഓഫ് തരുൺ, ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി, രാം നാരായൺ ആൻഡ് പവൻ. അപ്പം ഇവിടെ തരുണിന്റെ തോട്ട്, തരുണിന്റെ ചിന്തകൾ, അതുപോലെ അവന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ചിന്തകൾ, രാംനാരായണന്റെയും അതുപോലെ പവൻ ഉണ്ടല്ലോ ആ റേസിൽ വിജയിച്ച കുട്ടി, അവരുടെയൊക്കെ ചിന്തകൾ എന്തായിരിക്കും എന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. തരുൺ ചിന്തിക്കുന്നത് ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ് ബിഫോർ ഡാഷ്, അവിടെ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അമ്മ പറയുന്നത് എന്താണ്, ഇഫ് രാം നാരായൺ ട്രെയിൻസ് മൈ സൺ ഡാഷ്. അതുപോലെ ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ ഡാഷ്, അത് അച്ഛൻ പറയുന്നതാണ്. ദെൻ രാംനാരായൺ സാറ് പറയുന്നത് എന്താണ്, ഇഫ് ഡാഷ് തരുൺ വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ. അതുപോലെ പവൻ പറയുന്നത് ഇഫ് തരുൺ ഡാഷ് ഐ വുഡ് ഹാവ് ബിക്കം ദി വിന്നർ. തൻ്റെ ബ്രദർ പറയുന്നത് ഇഫ് ഐ ഹാഡ് ഗോൺ ടു ദ നെഹ്റു സ്റ്റേഡിയം ഡാഷ്. അപ്പം തരുൺ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ ഐ വുഡ് ഹാവ് വൺ ദ റേസ്. ഞാൻ മുൻപേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ റേസിൽ വിൻ ചെയ്യുമായിരുന്നു. മദർ പറയുന്നത് ഇഫ് രാം നാരായൺ ട്രെയിൻസ് മൈ സൺ ഹി വിൽ വിൻ ദ റേസ്. രാം നാരായണൻ എൻ്റെ മകനെ ട്രെയിൻ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ മകൻ തീർച്ചയായിട്ടും എൻ്റെ മകൻ തീർച്ചയായിട്ടും ജയിക്കും. ഫാദർ പറയുന്നത് ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ ഹി വുഡ് ഗെറ്റ് എ ഗുഡ് ജോബ്. എൻ്റെ മകൻ നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ എൻ്റെ മകന് നല്ലൊരു ജോലി ലഭിക്കുമായിരുന്നു. രാംനാരായൺ പറയുന്നത് ഇഫ് ഹി ഹാഡ് നോട്ട് ഫോളൻ ഡൗൺ ത്രൈസ് തരുൺ വുഡ് ഹാവ് ബീൻ ദി ചാമ്പ്യൻ. അവൻ 3 വട്ടവും വീണില്ലായിരുന്നുവെങ്കിൽ തരുൺ ആവുമായിരുന്നു ചാമ്പ്യൻ. ദെൻ പവൻ പറയുന്നത് എന്താ, ഇഫ് തരുൺ ഹാഡ് നോട്ട് ഫോളൻ ഡൗൺ ത്രൈസ് ഐ വുഡ് നോട്ട് ഹാവ് ബിക്കം ദ വിന്നർ. തരുൺ അപ്പം ഈ 3 വട്ടവും വീണില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും വിന്നർ ആവുമായിരുന്നില്ല. ബ്രദർ പറയുന്നത് ഇഫ് ഐ ഹാഡ് ഗോൺ ടു നെഹ്റു സ്റ്റേഡിയം ഐ വുഡ് ഹാവ് ഫെൽറ്റ് ബാഡ് ഓൺ സീയിങ് തരുൺസ് ലോസ്. ഞാൻ നെഹ്റു സ്റ്റേഡിയത്തിൽ പോവുകയാണെങ്കിൽ തരുണിൻ്റെ ഈ ഒരു തോൽവി കണ്ടിട്ട്, അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം വരുമായിരുന്നു. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 5, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് കമ്പയർ ദം. താഴെ കുറച്ച് ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ, ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്, ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ ബട്ട് ഹി did not give up. Once more he overtook some children. ഇതാണ് പാസേജ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among these 2 passages do you find more readable and meaningful? Why? അപ്പോൾ ഇതിൽ വായിക്കുമ്പോൾ, ഈ 2 പാസേജ് വായിക്കുമ്പോൾ കുറച്ചുകൂടി അർത്ഥവത്തായിട്ടുള്ള മീനിങ് കണ്ടന്റ് ആയിട്ട് വരുന്ന സെന്റൻസ് പാസേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വരുന്നത്? The second passage more readable and meaningful because they are properly connected by linkers. അപ്പം രണ്ടാമത്തേതാണ് കൂടുതലായിട്ടും സാധ്യത കൂടുതൽ വരുന്നത്. കാരണം അവ ഫുള്ള് ലിങ്കേഴ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ, ബട്ട് അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്, വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഓക്കെ, ദെൻ pick out the words from the given passage which link sentence or ideas. അപ്പം അടുത്തത് നമ്മളോട് പറയുന്നത് തന്നിരിക്കുന്ന പാസേജിൽ നിന്ന് വേർഡ്സ് സെലക്ട് ചെയ്യാനാണ്. ആ വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ലിങ്ക് സെന്റൻസ് ഓർ ഐഡിയാസ്. ആ സെന്റൻസിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഐഡിയാസിനെ കണക്ട് ചെയ്യുന്ന ആ വേർഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, on the one hand his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand he belonged to a middle class family. റേസ്. അപ്പോൾ റേസിലെ ഒരു പാസേജ് ആണ് കൊടുത്തത്. ഒരു ഭാഗം നോക്കുമ്പോൾ എന്താണ്, അവൻ്റെ രക്ഷിതാക്കള് അവൻ ഓടുന്നതിനെ വളരെയധികം വെറുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ കൂടുതൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവൻ അതൊരിക്കലും ചെയ്തിട്ടില്ല. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ അവൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ആൻസർ വരുന്നത് ഓൺ ദ വൺ ഹാൻഡ്, അതുപോലെ ഓൺ ദി അതർ ഹാൻഡ്. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിങ്ക് വേർഡ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഐഡിയാസിനെ കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഓൺ ദ വൺ ഹാൻഡ്, അതുപോലെ ഓൺ ദി അതർ ഹാൻഡ് എന്ന സെന്റൻസ് ആണ്. Then question number 2, by the middle of the summer camp, sir had started taking an active interest in my batting, and at the end of the 2 months informed Ajit that I had
the potential to be a good cricketer if I practiced all year round. However, my school, the New English School in Bandra, did not have cricket facilities. അപ്പോൾ സമ്മർ ക്യാമ്പിൻ്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സാറ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എൻ്റെ ബാറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനത്തെ കുറച്ച് നാളുകളിൽ എന്താണ് ഇൻഫോം ദാറ്റ് അജിത്തിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എനിക്ക് നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ മൈ സ്കൂൾ അപ്പോൾ ഞാൻ പഠിക്കുന്ന ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ബൻഡ്രയിലുള്ള ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിക്കറ്റിന് വേണ്ടത്ര ഫെസിലിറ്റീസോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വരുന്ന ലിങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വരുന്നത് ഏതാണ്? ആൻഡ്, ദാറ്റ്, if, however, ഈ 4 വേർഡ്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ എവിടെയാണ് വരുന്നത്? ബൈ ദി മിഡിൽ ഓഫ് ദ സമ്മർ ക്യാമ്പ് സർ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ മൈ ബാറ്റിംഗ് ആൻഡ് at the end of the months. അവിടെ ഒരു ലിങ്ക് വരുന്നത് ആൻഡിലാണ്. Informed Rajit that I had the potential to be a good cricketer if I practiced all year around. However, my school, the New English School in Bandra, did not have cricket facilities. Okay, ബാക്കി വരുന്നത് that, അതുപോലെ if, however എന്നാണ് കേട്ടോ. Then rewrite the passage using suitable linkers given in the box. അപ്പം ഇവിടെ കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ലിങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പാസേജിലേക്ക് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസേജ് ഇതാണ്. Once I happened to watch a volleyball match. The referee whistled announcing the start. Both the teams were not ready. He whistled louder than before. The players were not ready yet. The referee got red in the face. The spectators seated comfortably in the stadium started howling at the top of their voice. I tried to keep calm. The players arrived. A fierce game was on the go. The big white ball jumped over and under the net. If I bulged the net too, I witnessed the players turning the ground into a battlefield of fair play. It was really a feast for the eyes of everyone inside the stadium. അപ്പം ഇത് നമുക്ക് റീറൈറ്റ് ചെയ്യണം ഈ തന്നിരിക്കുന്ന ലിങ്കേഴ്സ് ഒക്കെ വെച്ചിട്ട്. നോക്കൂട്ടോ. Once I happened to watch a volleyball match at that time. The referee whistled announcing the start. But both the teams were not ready. Once again he whistled louder than before. But the players were not ready yet. Soon the referee got red in the face. The spectators seated comfortably in the stadium started howling at the top of their voice. I tried to keep calm. Later, the players arrived. At times, a fierce game was on the go. The big white ball jumped over and under the net, so it bulged the net too. At last, I witnessed the players turning the ground into a battlefield of fair play. It was really a feast for the eyes of everyone inside the stadium. അപ്പം മനസ്സിലായില്ലേ നമ്മൾ ലിങ്കേഴ്സ് എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ആക്ടിവിറ്റി 6 നോക്കൂ. ലെറ്റ്സ് എഡിറ്റ് എ ടെക്സ്റ്റ്. Read the notice prepared by Manohar, the school sports club secretary, in connection with the sports day celebrations of the school. There are a few errors in it. Identify and correct them. അപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്, അത് നമ്മളോട് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. We celebrate the annual school sports day on Monday, the 20th of October 2016. The G.B. Raja State Award winner, Mr. Ravi Kumar, have consented to inaugurate the celebrations. The Khel Ratna National Award winner, Mrs. Ghosh, will flag off the school athletic meet. Thereafter follows the school march past. All the athletes of the meet is requested to participate in it. The winners of the meet will be given the championship trophy at the concluding ceremony, and so the winning team are requested to be present till the end of the meet. All are welcome. Thank you, Manohar, Secretary, Schools Sports Club. ഓക്കെ, ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എറേഴ്സ് മാറ്റേണ്ടത് എറേഴ്സ് കറക്റ്റ് ചെയ്യേണ്ടത് എവിടേക്കാണ് വെച്ചാൽ ഫസ്റ്റ് വി സെലിബ്രേറ്റ്സ് എന്ന് കണ്ടില്ലേ, അവിടെ സെലിബ്രേറ്റ്സ് എന്ന് വേണ്ട, സെലിബ്രേറ്റ് എന്നാണ്. ഓക്കെ, വി സെലിബ്രേറ്റ് ദി ആനുവൽ സ്കൂൾ സ്പോർട്സ് ഡേ ഓൺ മൺഡേ എന്നാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓൺ മൺഡേ ദ 20th of October. ഒക്ടോബറിൽ അവിടെ ഒ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്, അപ്പോൾ അത് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ആക്കണം. ക്യാപിറ്റൽ ലെറ്റർ ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് മാറ്റം കറക്റ്റ് ചെയ്യേണ്ടത് ദ ഖേൽ രത്ന the G.V. Raja State Award winner Mr. Ravi Kumar have consented എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ have അല്ല, has consented to inaugurate the celebrations എന്നാണ് വരുന്നത്. Okay, next the Khel Ratna National Award winner Mrs. Ghosh എന്ന് കണ്ടില്ലേ, അവിടെ മിസ്സസിൽ നമ്മളൊരാളുടെ നെയിം പറയുമ്പം മിസ്സസ് എം ക്യാപിറ്റൽ കൊടുക്കുക, പിന്നെ മിസ്സസ് കഴിഞ്ഞാൽ ഒരു ഡോട്ട് വേണം. ഓക്കെ, ദെൻ അടുത്ത വരുന്നത്
All the athletes of the meet is requested എന്നാണ്. meet is അല്ല, meet are requested to participate in it എന്നാണ് ട്ടോ. Then the winners of the meet will be given the championship trophy at the concluding ceremony, and so the winning team are requested to be present till the end of the meet. അപ്പോൾ are requested അല്ല, is requested എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ. Then activity number 7, ലാസ്റ്റത്തെയാണ്. There are 17 action words related to sport in the puzzle. അപ്പോൾ ഇവിടെ ഒരു പസിൽ ഉണ്ട്. അപ്പോൾ സ്പോർട്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള 17 വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 7 വേർഡ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. റൈഡ്, ഡ്രിബിൾ, പാസ്, ചിയർ, ത്രോ, ബൗൾ, സ്ട്രൈക്ക്. അപ്പോൾ ബാക്കിയുള്ള 10 വേർഡ്സ് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ്, ടൈ, ജംപ്, ഫിനിഷ്, ഷോട്ട്, റൺ, സൈക്കിൾ, ഡ്രോ, ഹിറ്റ്, സെർവ്. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള ആ വേർഡ്സ്.